ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്തെ ക്ലോക്ക് ടവറിനടുത്താണ് നിൽക്കുന്നത്. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു ഈ ക്ലോക്ക് ടവർ എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു. അത് കൊല്ലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണെന്ന് വെച്ചാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ ആ ഒരു ക്ലോക്ക് ടവറിന് അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴെന്തായാലും ഞാനിന്ന് പോകുന്നത് മധുര വരെയാണ് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ പോകുന്ന ട്രെയിൻ ഇൻ്റർസിറ്റി അല്ലെങ്കിൽ വഞ്ചിനാട്. ഇൻ്റർസിറ്റി രാവിലെ 8:13-നും വഞ്ചിനാട് രാവിലെ 8:23-നുമാണ് സമയം. ഈ ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞ ട്രെയിൻ തിരുവനന്തപുരം വരെ പോയിട്ട് അവിടെ നിന്നും പേര് മാറിയിട്ട് തിരുവനന്തപുരം ടു തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി ആയിട്ട് പോകും. അപ്പോഴങ്ങനെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഇൻ്റർസിറ്റി. അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ഞാൻ UTS ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. 145 രൂപയാണ് ഇവിടെ നിന്നും മധുര വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. അത് ഈ ഒരു എക്സ്പ്രസ്സിന് 130 രൂപയും കാണിക്കുന്നുണ്ട്, സൂപ്പർ ഫാസ്റ്റിന് 145 കാണിക്കുന്നുണ്ട്. ഞാൻ 145 എടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നത്, അതായത് മധുര വഴിയാണ് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് SF എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഇനി അവിടെ നിന്ന് ഇത് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ആണോ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ ടിക്കറ്റ് ചാർജ് അങ്ങ് എടുത്തു. അല്ലെങ്കിൽ TTR ട്രെയിനിൽ കയറി വരുമ്പോൾ സാറേ അറിഞ്ഞില്ല സാറേ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സാറേ, അങ്ങനെയൊക്കെ പറയേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ ചാർജ് തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോഴെന്തായാലും ഞാൻ നടന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്താറായിരിക്കുകയാണ്. 8:13-നുള്ള ഇൻ്റർസിറ്റി പോയെന്നാണ് തോന്നുന്നത്. അതിന് പുറകെ വഞ്ചിനാട് വരുന്നുണ്ട്. ഏതിൽ കയറിയിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളിക്ക് പോകുന്നത് ഉച്ചയ്ക്ക് 11:30-നാണ്. അതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം സമയമുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അതിനൊക്കെ സമയമുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറിയിട്ട് ട്രെയിൻ യാത്ര തുടങ്ങാം. കണ്ടല്ലേ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് വരാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടെ കയറി കഴിച്ചിട്ട് പോവാം. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. കൊല്ലം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ നമ്മൾ തമ്പാനൂർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ രാവിലെ ട്രെയിൻ 10 മണിക്കെത്തി. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞേരെ. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ട്രെയിനാണ്. എന്ന് വെച്ചാൽ പകൽ യാത്രയ്ക്ക് ഇവിടെ നിന്നും 11:35-ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വൈകുന്നേരം 4:45 ആകുമ്പോൾ മധുരയിലെത്തും. അപ്പോൾ ആ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. രാത്രി 7:45 തിരുച്ചിറപ്പള്ളിയിലും എത്തും. തിരുച്ചിറപ്പള്ളി പോകേണ്ട കാര്യം ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മൾ മധുര വരെയല്ലേ പോകുന്നുള്ളൂ. ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പോഴെന്തായാലും ആ ട്രെയിനിലാണ് ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്കല്ല, ഞാൻ അങ്ങോട്ടേക്ക് ആണ് ഉദ്ദേശിച്ച് നടന്നത്. വെട്ടം ബാക്കിൽ നിന്ന് അടിച്ചതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി, അതായത് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം വന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളിയിൽ പോയി, എന്നിട്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം ഗുരുവായൂരേക്ക് പോയിട്ട് അത് തന്നെ റിപ്പീറ്റ് അടിക്കുന്ന വണ്ടിയാണ് ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോഴെന്തായാലും ആ ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻ്റർസിറ്റി രാവിലെ 9:45-ന് ഇവിടെ എത്തും. ഞാൻ കയറി വന്നത് വഞ്ചിനാടിലാണ്, വഞ്ചിനാട് എക്സ്പ്രസ്സിലാണ്. വഞ്ചിനാട് ഇവിടെ എത്തുന്നത് 10 മണിക്കാണ്. അങ്ങനെ 10 മണിക്ക് ഞാനിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇനി 11:35 വരെ സമയമുണ്ട്. ആ ഒരു സമയം വരെ നമുക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലിരിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങി നടക്കാം. ഞാൻ പുറത്തേക്ക് വന്നത് ATM-ൽ കയറി കുറച്ച് ക്യാഷ് എടുക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ഒരു 500 രൂപ എടുക്കണം. വണ്ടികൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനുള്ളിലേക്കെല്ലാം പോകുന്ന ഓട്ടോയൊക്കെയാണ്. ഞാനൊരു വല്ലാത്ത വഴിയിൽ നിൽക്കുവാണ്. ഈ കാണുന്നതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. എല്ലാവർക്കും അറിയാമല്ലോ, വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അടിപൊളി ബിൽഡിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏറ്റവും ഭംഗിയുള്ളൊരു ബിൽഡിങ് ട്രിവാൻഡ്രത്തെയാണ്. ഈ കാണുന്നതാണ് തിരുവനന്തപുരം
KSRTC ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തടുത്തിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. അതും ഒരു നല്ല കാര്യമാണ്. റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇത് അവിടെ ആയിട്ട് നോക്കിയ ഒരു പഴയകാല ബസ്, ത്രിവേണി, കൊള്ളാലോ. മുകളിൽ ബോർഡൊക്കെ വെച്ച ബസ്സേ. അങ്ങനത്തെ ബസ്സൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. മെഡിക്കൽ കോളേജ് പോകുന്ന ബസ്സാണ്. ഇപ്പുറത്തായിട്ട് തമിഴ്നാടിൻ്റെ ബസ്സെല്ലാം വരുന്നുണ്ട്. തിരുവനന്തപുരം ബോർഡ് വെച്ച തമിഴ്നാടിൻ്റെ ബസ്. രാവിലെ തന്നെ നല്ല ബ്ലോക്കാണ് കേട്ടോ. സ്കൂൾ തുറന്ന് 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇതെവിടെയായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. ഈ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശ്രീകുമാർ ശ്രീവിശാഖ് തിയേറ്ററാണ്. കുറേ കാലം കൊണ്ട് പണിയുമാണ്, റിനോവേഷൻ ചെയ്യുവാണ്. ഒരുപാട് നാളായി അടച്ചിട്ടിട്ടേ, ഇതേവരെ ഓപ്പൺ ആയിട്ടില്ല. പണി തുടരും. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ബ്രിഡ്ജിന് മുകളിൽ എത്തിയിരിക്കുവാണ്. ആ കാണുന്നതാണ് ഏരീസ് ഫ്ലക്സ് തിയേറ്റർ. അടിപൊളി തിയേറ്ററാണ് കേട്ടോ. അവിടുത്തെ OD1 മെയിൻ സ്ക്രീൻ നല്ലതാണ്. ഞാൻ യാത്രയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഏറ്റവും ടോപ്പ് തിയേറ്ററുകളിൽ 10 തിയേറ്ററുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ 1 ഏരീസ് ഫ്ലക്സ് OD1 ആയിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. ഈ ആർച്ചിനകത്തൂടെ നേരെ കാണാം. ആ ബസ് പോട്ടെ. അടിപൊളി വ്യൂ അല്ലേ. എന്നാലും നമ്മൾ അകത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ATMൽ കയറാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് വന്നതാണ്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്കെല്ലാം ഒന്ന് നടന്നത്. ഇപ്പോൾ സമയം 11:10. 11:35 ട്രെയിൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ATMൽ കയറി ക്യാഷ് എടുത്തതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഊടുവഴിയിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന തിയേറ്റർ കേരളത്തിലെ ഒരേ ഒരു ഫിലിം പ്രൊജക്ടർ പ്രവർത്തിക്കുന്ന ഒരേ ഒരു തിയേറ്റർ ഇതാണ്. കേരളത്തിലെ കുന്നംകുളത്ത് വേറൊരു തിയേറ്ററും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴതില്ല. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ ഫിലിം പ്രൊജക്ടറിൽ പ്രവർത്തിക്കുന്ന തിയേറ്റർ. സെൻട്രൽ എന്നാണ് തിയേറ്ററിൻ്റെ പേര്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വഴി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് എത്തും. അതായത് നേരത്തെ നമ്മൾ വന്നിറങ്ങിയത് 1ാം ടെർമിനലായിരുന്നു, ഇത് 2ാം ടെർമിനലിൻ്റെ ഭാഗമാണ്. അങ്ങോട്ടേക്കുള്ള വഴിയാണ്. അങ്ങനെ ഞാൻ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം ടെർമിനലിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ വർക്കുകളെല്ലാം നടക്കുവാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളെല്ലാം നടക്കുവാണ്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ല. നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ചെറിയ ടിക്കറ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും നമുക്ക് ഇതുവഴി അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് വന്നിരിക്കുവാണ്. ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ഇഷ്ടം പോലെ സീറ്റുണ്ട്, ടെൻഷനൊന്നും വേണ്ട. കൃത്യം 11:35 ആയപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ കുളിത്തുറയാണ്. കുഴിത്തുര എന്ന് പറയും, കുളിത്തുര എന്ന് എഴുതും ഇംഗ്ലീഷിൽ. അങ്ങനെ ആ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിരിക്കുവാണ്. ചെറിയൊരു സ്റ്റേഷനാണ്, വണ്ടി വളഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ കുഴിത്തുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. തമിഴ്നാട്ടിലേക്ക് കയറിയതിന് ശേഷം 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. പക്ഷേ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലായിരുന്നു. അതിനു മുന്നേ പാറശാല റെയിൽവേ സ്റ്റേഷനായിരുന്നു, അവിടെയും സ്റ്റോപ്പില്ല. പാറശാലയാണ് കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പ്രവേശിക്കുന്ന ആദ്യത്തെ സ്റ്റേഷനാണ് കുഴിത്തുര വെസ്റ്റ്. കുഴിത്തുര വെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തതാണ് കുഴിത്തുര. ഇപ്പോഴാ കുഴിത്തുരയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുഴിത്തുര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ എരണിയൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അത് കഴിയുമ്പോൾ കണ്ടില്ലേ, പശ്ചിമഘട്ട മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. തെങ്ങും തോപ്പുകൾക്കപ്പുറത്തായിട്ട് വലിയ മലനിരകൾ. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം നാഗർകോവിൽ എത്തിയിരിക്കുവാണ്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ എത്താറായിരിക്കുവാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതിവിശാലമായിട്ടുള്ള കൃഷിപ്പാടവും ദൂരെയായിട്ട് വലിയ മലനിരകളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് എത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡാണ്. നമ്മളിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് നേരെ എതിർവശത്താണ്. വലിയ മലനിരകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്.
നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് ഈ ട്രെയിൻ കയറില്ല. ഇത് ഇവിടെ നിന്നും തിരിഞ്ഞു പോവുകയാണ്. എന്തായാലും നാഗർകോവിൽ ടൗണിൽ ട്രെയിൻ നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 12:40 നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുവാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം. അതാണ് ഭംഗി. കണ്ടില്ലേ, വലിയ വലിയ മലനിരകളും എല്ലാം കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എവിടെയായിട്ട് നോക്കേ, നല്ല മനോഹരമായിട്ടുള്ളൊരു തടാകം കാണാം. അതിനക്കരെയായിട്ട് വലിയ വലിയ മലനിരകളും കുറച്ചധികം വീടുകളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കയറില്ല എന്ന്. അവിടെ ആയിട്ട് പോകുന്നത് ആ ട്രാക്ക് നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് പോകുന്ന ട്രാക്കാണ്. നാഗർകോവിൽ ജംഗ്ഷൻ, പിന്നെ കന്യാകുമാരി, അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ട്രാക്കാണ് ആ കാണുന്ന ട്രാക്ക്. നമ്മൾ പിരിഞ്ഞിരിക്കുവാണ്. അവിടെ ആയിട്ട് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ദൂരെയായിട്ട് കാണുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് കയറിയില്ല. മഴ പെയ്ത് എല്ലായിടത്തും വെള്ളം കയറി കിടക്കുവാണ്. നോക്കേ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ആറിന് കുറുകയിലൂടെയാണ്. പഴയാർ എന്നാണ് ഈ ആറിൻ്റെ പേര്, പഴയാർ. ഇതവിടെ ആയിട്ടൊരു ചീപ്പെല്ലാം കാണാം. കണ്ടില്ലേ, ചെറിയൊരു അണയെല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ ബൈപ്പാസിൻ്റെ പാലത്തിന് താഴെയിലൂടെയാണ്. മുകളിലൂടെ പോകുന്ന ആ റോഡ് പുതിയ ബൈപ്പാസാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടെല്ലാം നല്ല പച്ചപ്പും ഹരിതാപമായിട്ടുള്ള വഴികളാണ്. കണ്ടില്ലേ, വയൽപ്രദേശങ്ങളും തെങ്ങും തോപ്പും. ഇതാ നോക്കി, അവിടെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു മരം, വലിയൊരു മരം. അതിന് താഴെയായിട്ട് ചെറിയ അമ്പലവോ കാവോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണും, യെസ് ഉണ്ട്. എന്തായാലും ആ ഒരു മരവും ആൽമരവും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴയുടെ ചെറിയൊരു അന്തരീക്ഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മധുര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പറയാം. കാര്യം എന്ന് വെച്ചാൽ ട്രെയിനകത്തിരുന്ന് കുറേ നേരം സംസാരിക്കാൻ പറ്റിയില്ല. കാര്യം ഭയങ്കര കാറ്റായിരുന്നു, നല്ല സ്പീഡിലാണ് ട്രെയിൻ വന്നത്. അതുകൊണ്ട് ട്രെയിനകത്തിരുന്ന് വിശദീകരിക്കാൻ പറ്റിയില്ല. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തുന്ന അടുത്ത സ്റ്റേഷൻ എന്ന് വെച്ചാൽ വള്ളിയൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ചെറിയ സ്റ്റേഷനാണ്, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചെറിയൊരു സ്റ്റേഷനാണ്. ഈ നാഗർകോവിൽ ടൗണും വള്ളിയൂരും തമ്മിലുള്ള ആ ഒരു ഇടയിലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ അടുത്തിടയ്ക്ക് നെല്ലൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പോഴതെല്ലാം ഇങ്ങനെ കിളിച്ച് വരുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് ഫുട്ബോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടാണ് അത് കിളിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്തെങ്ങാണ് നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂൺ 2 അപ്പോൾ ഈ ഒരു 1-2 ആഴ്ചക്കകത്ത് വന്നു കഴിഞ്ഞാൽ അത് നല്ലപോലെ കാണാൻ സാധിക്കും. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തുവായിരുന്നു അടുത്ത കാഴ്ച? ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുവിട്ട് പോവുകയാണ്. അടുത്ത കാഴ്ച എന്ന് വെച്ചാൽ പിന്നെ മഴയായിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ല മഴ പെയ്തു, നല്ല ഇടിവെട്ടി മഴ പെയ്തു. കുറച്ച് ദൂരം മഴയായിരുന്നു. എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ ഒരു മഴയത്ത് ആ ഒരു വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ വള്ളിയൂർ സ്റ്റേഷനിലെത്തി. വള്ളിയൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വള്ളിയൂർ സ്റ്റേഷനും തിരുനെൽവേലിക്കും ഇടയിലായിട്ട് കുറച്ചധികം നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന സ്ഥിരം കാഴ്ചകളുണ്ടല്ലോ. എന്ന് വെച്ചാൽ അതിവിശാലമായിട്ട് ഇങ്ങനെ വെറുതെ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്ന മുൾക്കാടുകളും പിന്നെ ചില സ്ഥലങ്ങളിലെല്ലാം കൃഷിയിടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, വള്ളിയൂരിന്നും നാഗർകോവിൽ ടൗണിനും ഇടയിലായിട്ട് ആറൽവായ് മൊഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പക്ഷേ ഈ ട്രെയിനിന് സ്റ്റോപ്പില്ലായിരുന്നു. പക്ഷേ അവിടെ വിൻഡ് ഫാമുണ്ട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ഫാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമാണെന്നാണ് പറയുന്നത്, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ഫാം. അപ്പോഴതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വരാൻ നല്ലൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ ഈ വള്ളിയൂർ കഴിഞ്ഞ് തിരുനെൽവേലി എത്തുന്ന ആ ഒരു സമയത്തും വിൻഡ് ഫാമുകളെല്ലാം ഉണ്ട്. പിന്നെ തിരുനെൽവേലി കഴിഞ്ഞിട്ടും വിൻഡ് ഫാം ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. നമ്മൾ വരുന്ന വഴിക്കെല്ലാം കാണാം, നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ വലിയ ഹൈറ്റിൽ നിന്നിങ്ങനെ കറങ്ങുന്നത് കാണാനേ. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിങ്ങനെ വരാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ തിരുനെൽവേലി എത്തും.
തിരുനെൽവേലി എത്തിയതിന് ശേഷം അടുത്ത സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെൽവേലിക്ക് അടുത്തത് കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അങ്ങനെ ഞാൻ തിരുനെൽവേലിക്ക് അടുത്ത സ്റ്റേഷനായിട്ടുള്ള കോവിൽപ്പട്ടിയിൽ നിന്നും എന്തോ ഒരു ബോളി 2 ബോളിക്ക് 30 രൂപ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശർക്കരയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തെല്ലാമായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ബോളി. അങ്ങനെ അതാണ് ഞാൻ കഴിച്ചത്. തിരുനെൽവേലിയിൽ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. ഞാൻ കോവിൽപ്പട്ടിയിൽ നിന്നാണ് ഈ ഒരു ബോളി വാങ്ങിയത്. ട്രെയിനിനകത്ത് കൊണ്ടുവന്നതാണ്, അങ്ങനെ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓരോരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർത്തോർത്ത് പറയുകയാണ് കേട്ടോ. നമ്മൾ ഈ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് താമരപരണി ആറുണ്ട്. അതും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എന്ന് പറഞ്ഞാൽ ആറിന് നടുക്കായിട്ട് ഒരു അമ്പലമെല്ലാം ഉണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ആട്ടുംകൂട്ടങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് കാണാം, മേയിച്ചുകൊണ്ട് പോകുന്നത് കാണാം. പിന്നെ ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓർത്തോർത്ത് പറയാം. പിന്നെ തിരുനെൽവേലി കഴിഞ്ഞു, കോവിൽപ്പെട്ടി എത്തി. കോവിൽപ്പെട്ടി കഴിഞ്ഞിട്ട് പിന്നെ സാത്തൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്, കൊച്ചി സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് ബിരുദനഗർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് മധുരയിലെത്തും. അപ്പോഴെന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. ട്രെയിൻ വൈകുന്നേരം 4:45 മധുരയിലെത്തി. അങ്ങനെ എന്തായാലും ഞാനിനി നടന്ന് ഈ ഒരു മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനെല്ലാം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോ അവിടെ ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മധുരൈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നൊരു സിനിമാ തിയേറ്ററുണ്ട്. തങ്കറീഗൽ എന്നാണ് തിയേറ്ററിൻ്റെ പേര്, തങ്കറീഗൽ. അവിടെ സൂരി എന്ന് പറഞ്ഞ സിനിമാ നടൻ്റെ സിനിമ റിലീസായിരിക്കുവാണ്. മാമൻ, ഇദ്ദേഹത്തിൻ്റെ നാട് മധുരയാണ്. സിനിമയുടെ പേര് മാമൻ. അങ്ങനെ ഈ സിനിമാ തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. ഈ വഴി നേരെ പോകുന്നതാണ് മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ. മധുരയിൽ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് തെങ്ങിൻ്റെ മണ്ട. കണ്ടില്ലേ, തെങ്ങിൻ്റെ മണ്ടയുടെ കച്ചവടമാണത്. ചെറിയൊരു പീസിന് 20 രൂപയാണ് ചാർജ്. എവിടെയായിട്ട് നോക്കേ, കർച്ചീഫിൻ്റെ മാത്രമായിട്ടുള്ളൊരു കച്ചവടം. കർച്ചീഫ് കൊണ്ട് തോർത്തുമുണ്ട്. എന്തായാലും നല്ലതുപോലെ അടുക്കി വെച്ചിരിക്കുന്നല്ലേ. ഇവിടെ മധുരയിൽ വന്നാൽ വേറൊരു പ്രത്യേകതയാണ് സൈക്കിൾ റിക്ഷ. കണ്ടില്ലേ, പാണ്ഡ്യൻ. പാണ്ഡ്യൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോഴെന്തായാലും നമുക്ക് ഈ സൈക്കിൾ റിക്ഷയിലേക്ക് കയറാം. യെസ്, അങ്ങനെ എന്തായാലും നമ്മൾ സൈക്കിൾ റിക്ഷയിലേക്ക് കയറിയിരിക്കുവാണ്. ഞാൻ മുൻപും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നിൽ കൂടുതൽ തവണ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ സൈക്കിൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. സൈക്കിളിൽ കിലുങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഉങ്ക ഊര് മധുരതാനാ? ആ തരും. അതാ അമ്പലത്തിന് മുമ്പിൽ വന്നിരിക്കുക കേട്ടോ നമ്മൾ. അവിടെ നേരെ കാണുന്നതാണ് അമ്പലം. അവിടെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുവാണ്. കണ്ടില്ലേ അവിടെ. മമ്മൂട്ടി ഫാനോ? മമ്മൂട്ടി ഫാൻസോ? മമ്മൂട്ടി ഫാനാണോ? മമ്മൂട്ടി ഫാനാണെന്നാണ് കേട്ടോ പറയുന്നത്. രജനി പടത്തിൽ വരുന്നതുകൊണ്ട് ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോക്കി, വലിയൊരു പശു, വലിയ സൈസ് കേട്ടോ. മതി, പോതും ഇങ്ങേ പോതും. അങ്ങനെ നമ്മൾ ഒരു സൈക്കിൾ റിക്ഷ സ്റ്റാൻഡിലെത്തിയിരിക്കുവാണ്. അതാ നമുക്ക് മുന്നിലായിട്ട് വേറൊരു വണ്ടി ഓട്ടം കിടക്കുന്നുണ്ട്. சரிங்க அண்ணா, பார்க்கலாம். பேர் என்ன சொன்னேன், மறந்துட்டேன். பாண்டியன். ஓகே சரி. IPS പാണ്ഡ്യനാ. അങ്ങനെ ഞാൻ സൈക്കിൾ റിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് 4 ഗോപുരത്തിൽ ഒരു ഗോപുരം. ഈ കാണുന്നത് വെസ്റ്റ് ടവറാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ആ ഒരു ഗോപുരം. ഇവിടെയായിട്ട് സാരിയുടെ എല്ലാം കച്ചവടം നടക്കുവാണ്. അവിടെ ആൾക്കാരെല്ലാം കൂടി നിന്ന് വാങ്ങുവാണ്. ഇവിടെ എല്ലാം വഴി ഹാൻഡ് ബാഗുകളും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാമാണ്. ഇവിടെ കമ്മൽ, വള, മാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കച്ചവടം ചെയ്യുന്ന വേറൊരു തട്ടാണ്. ഇതേപോലത്തെ പല തട്ടുകൾ ഇവിടെയുണ്ട്. എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആയിട്ട് എന്തോ സംഭവം? ഇത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. പുതുതായിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. ശ്രീ സുമതിനാഥ് ജി ജെയിൻ ടെമ്പിൾ, അങ്ങനെയാണ് പേര്. ഇത് ഞാൻ വിചാരിച്ചു ഇത് പെയിന്റ് അടിച്ചിരിക്കുവാണെന്ന്, വെള്ള പെയിന്റ്. പക്ഷെ അല്ല, മാർബിളാണ്. കംപ്ലീറ്റ് മാർബിളിൽ കൊത്തിയിരിക്കുവാണ്. നോക്കേ,
എന്തായാലും അത് കൊള്ളാം അല്ലേ. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് പെയിൻ്റ് ആണെന്നാണ്. എന്തായാലും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് ആരംഭിച്ചിട്ട് 2-3 വർഷമായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ഇവിടെ ഈ ഒരു സെക്യൂരിറ്റി ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോഴും പറഞ്ഞു 2-3 വർഷമായുള്ളൂ ഇത് ആരംഭിച്ചിട്ടെന്ന്. ഇവിടെ ആയിട്ട് ഖാദി ഭവൻ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റൈലിൻ്റെ പേര് തന്നെ ഖാദി ഭവൻ എന്നാണ്. ഖാദി, കൈത്തറി അതേപോലത്തെ സംഗതികളെല്ലാം കച്ചവടം ചെയ്യുന്ന തുണിക്കടകളെല്ലാം ഉണ്ട്. ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ കാണാൻ. എന്താ സംഭവം? അപ്പോൾ ഈ കാണുന്ന കെട്ടിടം കലൈമകൾ മാളികை അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളർഫുള്ളായിട്ട് വെയിലൊക്കെ അടിച്ച് നല്ല തെറിച്ച് നിൽക്കുന്ന കളർ. അങ്ങനെ നമ്മൾ നടന്ന് വെസ്റ്റ് ടവറിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, കംപ്ലീറ്റ് ചാരമെല്ലാം കെട്ടിയിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു 1 മാസത്തിനകം പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അടിപൊളിയാവുമായിരിക്കാം. ഇതിനകത്ത് ചാരം കെട്ടിയിരിക്കുന്നത് വേറെ ഇരുമ്പിൻ്റെ സംഗതികളൊന്നുമില്ല, കംപ്ലീറ്റ് കാറ്റാടിക്കഴ വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. നോക്കേ, അതെന്തായാലും കൊള്ളാം അല്ലേ. മുകളിൽ വരെയും കാറ്റാടിക്കഴ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇരുമ്പിൻ്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ അതായിരിക്കുമെന്ന്, പക്ഷെ അല്ല. അങ്ങനെ നമ്മൾ വെസ്റ്റ് ടവറിനോട് ചേർന്ന് നടന്നു വരുമ്പോൾ ഇതെവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ടു ദർശൻ. ഇതെവിടെയായിട്ട് ക്ലോക്ക് റൂമും ചെരുപ്പും എല്ലാം വെക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നടന്നു പോകണം. ഇവിടെ ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ചപ്പൽ സ്റ്റാൻഡ്. സൗജന്യമായി ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം. എന്നാലും കൊള്ളാമല്ലോ. ഞാനെന്തായാലും അകത്തേക്ക് കയറുന്നില്ല. നമുക്ക് ഈ പുറത്തൂടെ ഉള്ള ഒരു റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് തിരികെ പോവാം. ഇതോടെയായിട്ട് ഡോഗ് സ്ക്വാഡാണോ പോകുന്നത്? കണ്ടില്ലേ, ബോംബ് സ്ക്വാഡാണെന്ന് തോന്നല്ലോ. കണ്ടില്ലേ, പട്ടിയൊക്കെ ആയിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ നടന്നതാ ഇവിടെ ആയിട്ടൊരു അടഞ്ഞ കടത്തിണ്ണ കണ്ടു കേട്ടോ. അപ്പോഴവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു പരിസരത്ത് മാത്രമല്ല കേട്ടോ, ഈ അടഞ്ഞു കിടക്കുന്ന കടത്തിണ്ണയുടെ ഫ്രണ്ടിൽ മാത്രമല്ല സ്ഥലം. ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതോ അവിടെയും ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. അവിടെ എല്ലാം ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഇങ്ങോട്ടൊന്ന് ഇരുന്നേ ഉള്ളൂ. നോക്കട്ടെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങണോ. പിന്നെ ഇവിടെ അടുത്തായിട്ട് പാൽ ബണ്ണോ ബട്ടർ ബണ്ണോ അങ്ങനെ എന്തോ ഒരു സംഗതിയൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോഴവിടെയൊക്കെ ഒന്ന് പോകണമെന്ന് ചെറിയൊരു പ്ലാനുണ്ട്. നോക്കട്ടെ. ആ ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും വീണ്ടും നടക്കാൻ തുടങ്ങിയിരിക്കുവാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കേ, ഡസ്റ്റ്ബിൻ എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് കൊള്ളാം അല്ലേ. ഇവിടെയും അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണോ. ഇവിടെ ആയിട്ട് ചെറിയൊരു ക്യൂ എല്ലാം കാണുന്നുണ്ട്. ഇവിടെയും എല്ലാ ഗോപുരത്തിലും വർക്ക് നടക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരണം. വർക്കെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ. ഇതെവിടെയായിട്ട് നോക്കേ, കുറച്ചധികം പൂക്കളും തേങ്ങയൊക്കെ ആയിട്ട്, അതായത് നേർച്ചയ്ക്ക് കൊടുക്കുന്ന സംഗതികളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോഴതേപോലത്തെ കച്ചവടങ്ങളെല്ലാം ചെയ്യുന്നൊരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെവിടെയായിട്ടൊരു പോസ്റ്റ് ബോക്സും ഉണ്ട്. ആ ഒരു കച്ചവടത്തിനോട് ചേർന്ന് ചെരുപ്പൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരുടെ ചെരുപ്പ് ഈ അമ്മമാർ സൂക്ഷിച്ചോളും. അങ്ങനെയാണ് അവരുടെ ഡീൽ. അങ്ങനെ ഞാൻ ഈ ഒരു നോർത്ത് ടവറിനോട് ചേർന്ന് ഒരു ചായക്കട കണ്ടു. ഇവിടെ നമുക്കൊരു ചായ കുടിക്കാം. ഒരു ഉള്ളിവടയും വാങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് ഒരു ചായയും വാങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഒരു അടഞ്ഞ ഷട്ടറുള്ള കടയുണ്ട്. അതിന് മുന്നിലായിട്ട് ഞാൻ ഇരിക്കുവാണ്. എന്തായാലും നമുക്ക് ചായ കുടിക്കാം. ചായ നല്ല ചായ ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. കൊള്ളാം. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ നോർത്ത് ടവറിനടുത്തും സൗജന്യമായിട്ട് ചെരുപ്പെല്ലാം വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഉണ്ട്. ഞാൻ വിചാരിച്ചു ആ ഒരു വെസ്റ്റ് ടവറിൻ്റെ അടുത്ത് മാത്രമേ കാണുള്ളൂ എന്ന്. എന്തായാലും ഇതുവഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊരു രസമുണ്ട്. ഇതാ ഇവിടെയായിട്ട് നോക്കേ, ഒരു ബോട്ടിക്കെല്ലാം കാണാം. നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അവരൊക്കെ ഇടുന്ന കണക്കത്തെ വേഷമല്ലേ ഇതെല്ലാം, ആയിരിക്കാം. എന്തായാലും ഈ ഒരു തണലത്ത് ഇതേപോലുള്ള കച്ചവടങ്ങളും ഈ അമ്പലത്തിൻ്റെ ചെറുതായിട്ടൊരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ നല്ലൊരു അനുഭവമാണ്. കോട്ടേജ് ആർട്സ് എംപോറിയം, ദ ആർട്ട് ബസാർ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ആയിരിക്കാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആനയും കുതിരയും തേരും എല്ലാം ഉണ്ട്. കൊള്ളാല്ലേ. എവിടെയായിട്ട് നോക്കി ഒരു കടയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ണാടി. ബാല്യകാലം ഓർമ്മയിലേക്ക് വരുന്നു. കൊള്ളാല്ലേ. ഇവിടെ എല്ലാമായിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോസ് എല്ലാം കച്ചവടം ചെയ്യുന്ന കടയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഈസ്റ്റ് ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ആക്റ്റീവാണ്. ഇതാ കണ്ടില്ലേ, പൂമാലകളും പിന്നെ അല്ലാത്ത പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതോ അങ്ങോട്ടായിട്ട് വലിയൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ട്. കച്ചവടത്തിൻ്റെ വലിയൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ട്. പലതരം കച്ചവടങ്ങൾ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു സ്ട്രീറ്റിലേക്കൊന്ന് നടക്കാമെന്ന് വിചാരിക്കുവാണ്. അതുവഴി ഒന്ന് നടന്നൊന്ന് കറങ്ങിയിട്ട് വരാം.
ഇവിടെ എല്ലാമായിട്ട് ചെരുപ്പുകളെല്ലാം കൂട്ടത്തോടെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. നാൻസി 250 250 രൂപയാണ്. കൊള്ളാലോ. ചെറിയ അലമാര വഞ്ചിയാണോ അത്? കൊള്ളാലോ. എന്ത് സംഭവം, തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. കൊള്ളാലോ. അലമാരിക്കകത്ത് കാണുന്ന സംഗതികളെല്ലാം ഉണ്ട് കേട്ടോ. ഹാങ്ങറും എല്ലാ ഐറ്റംസും ഉണ്ട്. കൊള്ളാല്ലേ. ഇതെവിടെയായിട്ട് 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്റ്റാളാണ്. അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് 10 രൂപ മുതൽ 500 വരെയുള്ള സാധനങ്ങൾ അവിടെ കച്ചവടം ഉണ്ടെന്ന്. ഇതെവിടെ പിച്ചാത്തി മൂർച്ചയിടുന്നതൊക്കെ. മുൻപൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പിച്ചാത്തിരാവാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരെയൊന്നും കാണാനില്ല. ഇതെവിടെയായിട്ട് ജിഗർതണ്ട, മധുരയിലെ ഒരു പ്രധാനപ്പെട്ട ഡ്രിങ്കാണ് ജിഗർതണ്ട, നമ്മുടെ നാട്ടിലെ ഷാർജ പോലെ. അങ്ങനെ നമ്മൾ ആ ഒരു കച്ചവടങ്ങളെല്ലാം കണ്ട സ്ട്രീറ്റിൻ്റെ എൻഡ് എത്തിയിരിക്കുകയാണ്. വേറെ വാഹനങ്ങളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തൂണുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു സ്ട്രീറ്റിലെല്ലാം പോയിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഈസ്റ്റ് ടവറിനടുത്തായിട്ട് പ്രസാദം സെയിൽസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. പല പ്രസാദങ്ങളുടെയും ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. വടൈ 40 ഗ്രാം 10 രൂപ, ലഡു 60 ഗ്രാം 10 രൂപ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ഇവിടെ ആയിട്ട് ഈസ്റ്റ് രാജ ടവർ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് വലിയൊരു മണ്ഡപം എല്ലാം കാണുന്നുണ്ട്. കൊള്ളാം അല്ലേ. നല്ല ചന്ദനത്തിരിയുടെ എല്ലാം മണം, ഒരു അമ്പല വൈബ്. അതിനുള്ളിലായിട്ടും പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അങ്ങോട്ടേക്കെല്ലാം ആൾക്കാരെല്ലാം നടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചന്ദനത്തിരിയുടെ മണമെന്ന്. ഇതാ കണ്ടില്ലേ കത്തിച്ചു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ മണമാണ് എടുത്തത്. ഇവിടെ ആയിട്ട് നോക്കേ ഒരു ട്രെയിനൊക്കെ വരുന്നത്. സാധാരണ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൂടെ എല്ലാം ആനയൊക്കെ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതാ നോക്കേ വലിയൊരു ക്രെയിൻ. തുമ്പിക്കയെല്ലാം ഉണ്ട് കണ്ടില്ലേ. ഇത്രയും ആൾക്കാരുടെ ഇടയിലൂടെ എങ്ങനെയാ കൊണ്ടുപോകുന്നത് അല്ലേ, വലിയ പണിയാണ്. അങ്ങനെ ഈ ക്രെയിൻ ഇറങ്ങി വന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു വഴി അകത്തേക്ക് കാണുന്നുണ്ട് കണ്ടില്ലേ. അതുവഴി നേരെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെയും ഒരു ആർച്ചും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇവിടെ സാറാസ് എന്നാണോ സരസാണോ, എന്തായാലും സാരിയുടെ എല്ലാം കച്ചവടമാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ കളറുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊള്ളാം. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരേപോലത്തെ കളറുകളെല്ലാം ഒരുമിച്ച് വെച്ചിട്ടേ എന്തായാലും കൊള്ളാം അല്ലേ. അങ്ങനെ ഞാൻ ഈ ഒരു പന്തലിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. ഇത് ചിത്തിര തിരുവിഴ എന്ന് പറഞ്ഞൊരു തിരുവിഴ ഉണ്ടായിരുന്നു. ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇട്ട പന്തലാണ്. അത് കഴിഞ്ഞു. ഇനി ഒരു മാസം കൂടെ ഈ ഒരു പന്തൽ ഇവിടെ കാണുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ നടന്ന് സൗത്ത് ടവറിനടുത്തെത്താറായിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കേ, ഇവിടെ അങ്ങ് അറ്റം വരെയും പന്തലുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗത്തും ഇത്രയും പന്തൽ ഉണ്ടായിരുന്നായിരിക്കാം. ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ അഴിച്ചഴിച്ച് മാറ്റുമായിരിക്കാം. അങ്ങനെ ഞാൻ നടന്ന് സൗത്ത് ടവറിനടുത്ത് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് സൗത്ത് ടവർ. നേരം ഒരുവിധം ഇരുട്ടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ നടന്ന് നമ്മൾ വന്ന വെസ്റ്റ് ടവറിനടുത്തൂടെ റോഡിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ടൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അമ്പലത്തിൻ്റെ ഉൾവശമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇതിനകത്ത് കയറിയതാണ്. ഇങ്ങനെയാണ് ഉൾവശം. അയ്യോ ദാ ഈ കടയിലെ വെട്ടം നോക്കേ, ഭയങ്കര വെട്ടം. പിത്തളയും പിന്നെ വേറെന്താ അങ്ങനത്തെ വിളക്കുകളെല്ലാം കച്ചവടം ചെയ്യുന്ന കടയാണ്. നോക്കി നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, കളറെല്ലാം നല്ല തിളങ്ങി നിൽക്കുന്നല്ലേ. ഡിസ്പ്ലേ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടണം. എന്തായാലും കൊള്ളാം. ഇവിടെ ഈ കടയും അതേപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ വെസ്റ്റ് ടവറിൻ്റെ അതുവഴി തന്നെ പോകാതെ കുറച്ചും കൂടെ സൈഡിലേക്ക് മാറി വേറൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. നല്ല തിരക്കുള്ളൊരു വഴിയാണ്. സ്ട്രീറ്റിൽ പലതരം കച്ചവടങ്ങളെല്ലാം ഉണ്ട്. രണ്ട് സൈഡിലായിട്ടും ഒരുപാട് കച്ചവടങ്ങൾ. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് കച്ചവടങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. എന്നാലും ഈ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ ഒരു രസമുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് വെസ്റ്റ് ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്നിട്ട് ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടേക്ക് പോകാനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ബട്ടർ ബൺ കിട്ടുന്ന സ്ഥലം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബട്ടർ ബൺ കിട്ടുന്ന ആ ഒരു പരിസരത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ആ ഒരു ബട്ടർ ബൺ കിട്ടുന്ന സ്ഥലം വരെ പോകുന്നതിന് റാപ്പിഡോയിൽ ബൈക്കിന് ചാർജ് 35 രൂപയാണ്. എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റകം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മുടെ ബൈക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ബൈക്കിൽ കയറി പോകാം.
അങ്ങനെ ഞാൻ ബട്ടർ ബണ്ണ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷേ ഇന്ന് കട അവധിയായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ തിരികെ ബൈക്കിൽ കയറി ബസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു പരിസരത്തേക്ക് ഇറങ്ങുവാണ്. എന്ത് വിധി ഇത്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് വന്ന് ബൈക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെരിയാർ നിലയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ് വരും. പെരിയാർ നിലയം എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 200 മീറ്ററേ ഉള്ളൂ പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോഴെന്തായാലും ബസ് വരട്ടെ, നമുക്ക് ബസ്സിൽ കയറി പെരിയാർ നിലയത്തിലേക്ക് പോയിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു തീർന്നപ്പോഴേ ബസ് വന്നു. ഒരു ബസ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി പെരിയാർ നിലയത്തിലേക്ക് പോവാം. അങ്ങനെ ഞാൻ പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. പെരിയാർ നിലയം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 9 രൂപ. അങ്ങനെ ഇനിയിപ്പോഴെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. മധുരയിൽ നിന്നും കൊല്ലം വരെ പോകുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 235 രൂപയാണ്. രാത്രി 11:20 ട്രെയിൻ. അപ്പോൾ ആ ട്രെയിനിൽ കയറി പോകാനാണ് എൻ്റെ പ്ലാൻ. 16729 മധുരയിൽ നിന്നും പുനലൂരേക്ക് പോകുന്ന ട്രെയിനാണത്. രാത്രി 11:20 മധുരയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേ ദിവസം രാവിലെ 8:30 ആ ഒരു സമയത്ത് കൊല്ലം എത്തും. അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, സ്ലീപ്പർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ചധികം ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ട്രെയിനാണ്. പിന്നെ രാത്രി ഞാൻ ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോകാത്ത കാര്യം എന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ ഈ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ലൈറ്റ് ഓഫ് ചെയ്യത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ കയറി ഉറങ്ങി പോകാമായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് ഓഫ് ആക്കാത്തത് ഒരു പ്രശ്നമാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടേ നമുക്ക് ഓഫാക്കാൻ പറയാനും പറ്റില്ല. അപ്പോഴെന്തായാലും അതുകൊണ്ട് ഞാൻ അതിൽ ജനറൽ ടിക്കറ്റ് എടുത്തില്ല. എന്തായാലും സ്ലീപ്പർ തന്നെ കിട്ടി ഭാഗ്യത്തിന്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു കറക്കം, ചെറിയൊരു കറക്കം വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ വിശക്കുന്നില്ല, നോക്കട്ടെ. ഇവിടെ റെയിൽവേ സ്റ്റേഷനകത്ത് വെയിറ്റിംഗ് റൂമുണ്ട്. 1 മണിക്കൂർ 20 രൂപയാണ് ചാർജ്. അപ്പോഴവിടെ പോയി നമുക്കൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് നോക്കട്ടെ. വിശക്കുവാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ നാട്ടിലേക്ക് വിടുക. അതാണ് പ്ലാൻ. അപ്പോഴെന്തായാലും ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? വിട്ടുപോകും. ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം പറയാൻ വേണ്ടി വിട്ടുപോകും. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് അത് ഓർക്കുന്നത്. എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ പിൻ ചെയ്ത് കൊടുത്തേക്കാം, എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.